സ്വാഗതം ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക്. തലക്കെട്ടുകൾ ആദ്യം. അശ്ലീല സിനിമാ പരാതിയിൽ വന്ന വിചിത്ര ഉത്തരവിനെതിരെ ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ. FIR റദ്ദാക്കണമെന്ന ശ്വേതയുടെ ഹർജി 1:45 പരിഗണിക്കും. പരാതിക്ക് പിന്നിൽ പവർ ഗ്രൂപ്പ് എന്ന രഞ്ജിനി, ക്വട്ടേഷൻ എന്ന ഭാഗ്യലക്ഷ്മി. 11th hourൽ ഇങ്ങനെ വരുമ്പോ സംശയമല്ലേ, ഇത് പുറയില് അയാള് ശരിക്കും പാവമാണ് എനിക്ക് തോന്നുന്നു. അയാളൊരു പുറയില് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ദുരൂഹത ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതൊരു കൊട്ടേഷനാണ്. ഇത് കൊട്ടേഷനാണെന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്. പല രീതിയിൽ ഈ രണ്ട് സ്ത്രീകളെ ഇവർ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഏറ്റവും അവസാനമായിട്ട് സമൂഹത്തിന് മുൻപിൽ എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ അവഹേളിക്കാൻ സാധിക്കുമോ അതിന്റെ ഒരു പരിധി വിട്ടാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയിലെ പ്രശ്നങ്ങൾ പൊതുസമൂഹം ഒന്നിക്കേണ്ട വിധത്തിൽ സങ്കീർണമെന്ന് മാലാ പാർവതി. പിന്നിലെ ശക്തിയെ പോലീസ് കണ്ടെത്തട്ടെ എന്ന് നടൻ രവീന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കാൻ 5 ദിവസം കൂടി നീട്ടി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 15 ദിവസം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി. തീരുമാനം സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ 5 ദിവസം പോരെന്ന് ലീഗ്. വനം റവന്യൂ വകുപ്പുകളുടെ തർക്കത്തിൽ കുടുങ്ങി നിരവധി കുടുംബങ്ങൾ. കുടിയിറക്ക് ഭീഷണിയിൽ. സർക്കാർ പട്ടയം നൽകിയ ഭൂമി പോലും തങ്ങളുടേതെന്ന് വനം വകുപ്പ്. ലൈഫ് പദ്ധതി പ്രകാരം വീടനുവദിച്ചിട്ടും ഒറ്റമുറിക്കുടിലിൽ കഴിയേണ്ടുന്ന ഗതികേടിൽ കുന്നുംപുറത്തെ കുഞ്ചുണ്ണിയും കുടുംബവും. ഒന്നിനും പറ്റണില്ല. അപ്പോൾ ഈ മരങ്ങളെല്ലാം കൊടുക്കാൻ പറ്റണില്ല. ഞങ്ങൾക്കൊന്നും ആനുകൂല്യം ഇല്ല. വെറുതെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ മിച്ചഭൂമി തന്നിട്ട് ഇതുവരെയായിട്ടും 98 വരെ ടാക്സ് അടച്ചു. അതിനുശേഷം ടാക്സ് നിർത്തി വെച്ചിരിക്കുകയാണ്. മീഡിയ വൺ അന്വേഷണം മിച്ചഭൂമിയിലെ വനവൽക്കരണം. അരുന്ധതി റോയുടെയും AG നൂറാനിയുടെയും പുസ്തകങ്ങൾ വിലക്കി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ. ദേശസുരക്ഷയ്ക്കായുള്ള നിരോധനമെന്ന് ന്യായീകരണം. തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നുവെന്നും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആഭ്യന്തര വകുപ്പ്. ബീഹാർ വിഷയത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. മെസ്സിയെ ക്ഷണിക്കാൻ പോയതിന് സർക്കാരിന് ചെലവായത് 13 ലക്ഷം രൂപ. വിവരാവകാശ രേഖ പുറത്ത്. ഖജനാവിൽ നിന്ന് പണം ചെലവായിട്ടില്ലെന്ന മന്ത്രിയുടെ വാദം പൊളിഞ്ഞു. മന്ത്രിയും സംഘവും ലക്ഷങ്ങൾ പൊടിച്ച് മാഡ്രിഡിൽ പോയിട്ടും AFA പ്രധാനികളെ കാണാനായില്ല. ISL ഈ സീസണിലെ മത്സരങ്ങളുടെ ഭാവി ഇന്നറിയാം. ഡൽഹിയിൽ അഖിലേന്ത്യാ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നിർണായക യോഗം. ഇഷ്ടക്കാരെ ജില്ലാധ്യക്ഷന്മാരാക്കാനുള്ള MP-മാരുടെ പിടിവാശിയിൽ വഴിമുട്ടി DCC പുനഃസംഘടന. കൊല്ലത്ത് ജെർമിയാസിന് വേണ്ടി വിഷ്ണുനാഥും രാജേന്ദ്ര പ്രസാദിനെ മാറ്റാതിരിക്കാൻ കൊടിക്കുന്നിലും രംഗത്ത്. 25 കൊല്ലമായി പാർട്ടിയിൽ സജീവമല്ലാത്തയാളെ കാസർഗോട്ട് DCC പ്രസിഡന്റാക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സമ്മർദ്ദം. N ശക്തൻ തുടരട്ടെ എന്ന് ശശി തരൂർ. ഡൽഹിയിൽ നിന്നുള്ള മടക്കയാത്ര റദ്ദാക്കി സണ്ണി ജോസഫും സതീശനും ചെന്നിത്തലയും. വീട്ടിൽ പണം കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം തള്ളി. ഹർജി പരിഗണിക്കേണ്ടതില്ലെന്ന് കോടതി. ആഭ്യന്തര സമിതിയുടെ അന്വേഷണം സമാന്തര നിയമ സംവിധാനമല്ലെന്നും നിരീക്ഷണം. ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ തീരുമാനം കേരളത്തെയും ബാധിക്കും. സമുദ്രോൽപ്പന്നങ്ങളും കശുവണ്ടിയും തേയിലയും അടക്കമുള്ളവയുടെ കയറ്റുമതിക്കാണ് തിരിച്ചടി ഉണ്ടാവുക. വിചാരിക്കുന്നതിനും അപ്പുറം പ്രശ്നങ്ങൾ നേരിടുമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ മീഡിയ വണ്ണോട് പറഞ്ഞു. ട്രംപിന്റെ ജൽപ്പനങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കരുതെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. സമുദ്രോൽപ്പന്നങ്ങൾ, കശുവണ്ടി, തേയില, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള കയറ്റുമതിക്കാണ് പ്രധാനമായും സംസ്ഥാനത്തിന് തിരിച്ചടി നേരിടുക. രാജ്യത്തെ വിരട്ടാനാണ് ട്രംപിന്റെ ശ്രമമെങ്കിലും അത് സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന തിരിച്ചടിയുടെ ആഴം വളരെ വലുതാകുമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിനുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള പ്രശ്നം കേരളത്തിന്റെ എക്കണോമിയും ഇന്ത്യൻ എക്കണോമിയും നേരിടും. ഇതിനൊപ്പം അമേരിക്കയുടെ മറ്റു ചില നീക്കങ്ങളും സംസ്ഥാനങ്ങളുടെ ഖജനാവിനെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിന് പകരം ഞങ്ങൾ പറയുന്ന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ഇപ്പം തന്നെ ഉണ്ട്. വലിയ തോതിൽ ഫാക്ടറികളിൽ നിന്ന് ആളുകൾക്ക് ജോലി പോകും. മൂന്നാമതൊരു മേഖലയെ കൂടി അവർ കൈവെക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അത് ഇന്ത്യയിലെ ആഭ്യന്തര നികുതിയുണ്ട്, നമ്മുടെ GSTയിൽ വരുന്നത്. ആ നികുതിയെ കുറച്ചുകൂടി അവർക്ക് സൗകര്യപ്രദമായ തലത്തിലേക്ക് നിശ്ചയിക്കണമെന്നുള്ള നിർബന്ധവും അന്തർദേശീയ തലത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നു. അത് സ്റ്റേറ്റുകളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന തരത്തിലാണ്. അമേരിക്കൻ നീക്കത്തെ ശക്തമായി രാജ്യം നേരിടണം. കമ്പോളമാണ് ഇന്ത്യയുടെ ശക്തിയെന്നും മുമ്പ് ഉപരോധങ്ങളെ അതിജീവിച്ച രീതിയിൽ ഇതിനെയും മറികടക്കാൻ കഴിയുമെന്നും KN ബാലഗോപാൽ പറഞ്ഞു.
KR സജു, മീഡിയ 1, തിരുവനന്തപുരം. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടി ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ. കേസ് വസ്തുതകളില്ലാത്തതാണെന്നും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുമാണ് ആവശ്യം. വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IT വകുപ്പ് പ്രകാരവും അനാശാസ്യ നിരോധന നിയമപ്രകാരവും എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്കടിസ്ഥാനമായ തെളിവുകളില്ല എന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന കേസ് ദുരുദ്ദേശപരമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമകൾ വരെ പരാതിയിലുണ്ട് എന്നും വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടിയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. 25 കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്. യൂത്തിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ അതിനകത്ത് കാര്യമായ അന്വേഷണം നടത്തിയിട്ട് നടപടിയെടുക്കാം. കേസ് ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. മീഡിയ 1, കൊച്ചി. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന ശ്വേതാ മേനോനെതിരെ കേസ് വന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ശ്വേതയെ പിന്തുണച്ച് സിനിമാ മേഖലയിലുള്ളവർ രംഗത്ത് വന്നു. പരാതിക്കാരന് പിന്നിൽ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പാണെന്ന് നടി രഞ്ജിനി ആരോപിച്ചു. ഓഗസ്റ്റ് 15 നടക്കുന്ന അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ശ്വേതാ മേനോനും ദേവനുമാണ്. നേരത്തെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതയ്ക്കെതിരെ കേസെടുത്തത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്ന കേസ് ആസൂത്രിത നീക്കമാണെന്ന രീതിയിൽ ചർച്ചകൾ ഉയരുകയാണ്. അമ്മ എന്ന സംഘടന വളരെ വലിയ സംഘടനയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഭയങ്കര ഫ്ലറിഷായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശക്തികൾ ഇവിടെ ഉണ്ട്. ശ്വേതാ മേനോന്റെ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അമ്മയെ തകർക്കലാണ്. അമ്മയിലെ അധികാര വടംവലിയുടെ ഭാഗമാണിതെന്ന് നടി മാലാ പാർവതിയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത്. അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പലതരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് നേരെ വന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് എന്താണെന്ന് അന്വേഷിക്കണം. കാരണം ഇത് വിചിത്രമായ, ഇന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യ കേട്ടിട്ടില്ലാത്ത, ലോകം കേട്ടിട്ടില്ലാത്ത ഒരു ആരോപണം. കൊട്ടേഷന്റെ ഭാഗമാണ് പരാതിയെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. ദുരൂഹത ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതൊരു കൊട്ടേഷനാണ്. ഇത് കൊട്ടേഷനാണെന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്. പല രീതിയിൽ ഈ രണ്ട് സ്ത്രീകളെ ഇവർ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഏറ്റവും അവസാനമായിട്ട് സമൂഹത്തിന് മുൻപിൽ എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ അവഹേളിക്കാൻ സാധിക്കുമോ അതിന്റെ ഒരു പരിധി വിട്ടാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോപണത്തിന് പിന്നിൽ പവർ ഗ്രൂപ്പാണെന്ന വാദവുമായി നടി രഞ്ജിനിയും രംഗത്തെത്തി. അതെന്താ പെട്ടെന്ന് ഇപ്പോ ഇത് വന്നത്? അപ്പൊ അത് അന്വേഷിക്കണം നമ്മള്. മാർച്ചില് ശരിക്കും അവർ കൊടുത്തോ ഇല്ലയോ എന്ന്. പിന്നെ ഇത് 11th hourല് ഇങ്ങനെ വരുമ്പോ സംശയമല്ലേ. ഇത് പുറയില് അയാള് ശരിക്കും പാവമാണ് എനിക്ക് തോന്നുന്നു. അയാളൊരു പുറയില് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അഭിനേതാക്കൾക്കെതിരെ കുബുദ്ധികൾ നടത്തുന്ന നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് നടൻ രവീന്ദ്രൻ പ്രതികരിച്ചു. നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. ബ്ലസി സംവിധാനം ചെയ്ത കളിമണ്ണ് അടക്കമുള്ള സിനിമകളിലെ ദൃശ്യങ്ങൾ അശ്ലീലമാണെന്ന് ചൂണ്ടിക്കാട്ടി മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മീഡിയ 1, കൊച്ചി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് ക്ഷണിക്കാൻ സർക്കാരിന് ₹1 പോലും ചെലവായില്ല എന്ന കായിക മന്ത്രിയുടെ വാദം പൊളിഞ്ഞു. ടീമിനെ ക്ഷണിക്കാൻ പോയതിന് 13 ലക്ഷത്തിലധികം രൂപ ചെലവായെന്ന് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ടീമിനെ ക്ഷണിക്കാൻ കായിക മന്ത്രിയും സംഘവും സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോയത്. മെസ്സിയും വരില്ല, അർജന്റീന ടീമും വരില്ല. ക്ഷണിക്കാൻ പോയതിന് ചിലവ് 13 ലക്ഷം. നാട് നീളെ കൊട്ടിഘോഷിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു നടന്നത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു. ടീമിനെ ക്ഷണിക്കാൻ കഴിഞ്ഞ സെപ്റ്റംബർ 4 മന്ത്രിയും പരിവാരങ്ങളും സ്പെയിനിലെ മാഡ്രിഡിലേക്ക് വിമാനം കയറി. 3 ദിവസത്തെ സന്ദർശനം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഇതിനിടയിൽ കൂടിക്കാഴ്ച, ജേഴ്സി കൈമാറ്റം. സന്ദർശനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ മന്ത്രി വീണ്ടും ആവർത്തിച്ചു, മെസ്സി വരും കേട്ടോ എന്ന്. ഇതിനിടയിൽ ഇതിനൊന്നിനും സർക്കാരിന് ₹1 പോലും ചെലവായില്ലെന്ന് കൂടി മന്ത്രി പറഞ്ഞു. എന്നാൽ ഈ വാദം പൊളിക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്പെയിനിലേക്ക് മന്ത്രി പോയതിന് ആകെ ചെലവായത് 13 ലക്ഷത്തോളം രൂപ. മെസ്സിയെയും ടീമിനെയും ക്ഷണിക്കാൻ അർജന്റീനയിലേക്ക് പോകേണ്ടതിന് പകരം എന്തിന് സ്പെയിനിലേക്ക് പോയി എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നിരുന്നു. AFIയുടെ ഏത് ഔദ്യോഗിക പ്രതിനിധിയുമായിട്ടാണ് മന്ത്രി ആശയവിനിമയം നടത്തിയതെന്നും ചോദ്യമുയർന്നു. അപ്പോഴൊക്കെ കൃത്യമായ മറുപടി പറയാതെ
ടീം കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കായിക മന്ത്രി. മെസ്സിയും സംഘവും വരാത്തതിൽ മന്ത്രിയും സ്പോൺസറും പരസ്പരം പഴിചാരുന്നതിനിടയിലാണ് സർക്കാർ ഖജനാവിന് നഷ്ടമായ തുകയുടെ കണക്കുകളും പുറത്തുവരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നത് ഈ മാസം 12 വരെ നീട്ടി. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ തീരുമാനം. ദീർഘിപ്പിച്ച സമയം അപര്യാപ്തമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. 15 ദിവസം കൂടി നീട്ടണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മിച്ചഭൂമിയിൽ അവകാശവാദവുമായി വനംവകുപ്പ് എത്തുമ്പോൾ നിരവധി കുടുംബങ്ങളാണ് വഴിയാധാരമാകുന്നത്. മീഡിയ 1 അന്വേഷണം തുടങ്ങുന്നു. മിച്ചഭൂമിയിലെ വനവൽക്കരണം. വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും തർക്കത്തിൽ കുടുങ്ങി കുടിയിറക്ക് ഭീഷണിയിലായി നിരവധി കുടുംബങ്ങൾ. സർക്കാർ മിച്ചഭൂമിയായി വിതരണം ചെയ്ത സ്ഥലങ്ങൾക്ക് പോലും വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുകയാണ്. 1971 നിയമത്തിലെ ഒരു ഭാഗം മാത്രം വനംവകുപ്പ് നടപ്പിലാക്കിയതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ജന്മിയിൽ നിന്നും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയും കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം വനം വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയും ഒന്നായതാണ് ഒലവക്കോട് റേഞ്ച് ഉൾപ്പെടെ പ്രദേശങ്ങളിലെ അടിസ്ഥാന പ്രശ്നം. നേരത്തെ ജന്മിമാർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് തങ്ങൾ ഏറ്റെടുത്തതെന്നാണ് വനം വകുപ്പിന്റെ വാദം. സർക്കാരിന്റെ 2 വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വനം വകുപ്പിനായി കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ തന്നെ പറയുന്നു. ഓൾറെഡി ആ ഭൂമി വനഭൂമിയായിരിക്കും. ജന്മി സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഇത് വനഭൂമിയാണ് എന്നുള്ള വസ്തുത വെളിപ്പെടുത്താതെ റവന്യൂ വകുപ്പിന് സറണ്ടർ ചെയ്യും. പക്ഷെ അത് കൊടുക്കുന്നത് വനഭൂമിയാണോ എന്നുള്ളത് 2 വകുപ്പുകൾ തമ്മിൽ വേണമെങ്കിൽ പറയാം. റവന്യൂ വകുപ്പും വനം വകുപ്പും തമ്മിലുള്ള കൂടിയാലോചനയോ അല്ലെങ്കിൽ അവരത് പരിശോധിക്കുകയോ ചെയ്യാതെ വരുന്ന പ്രശ്നമാണ് അതിലുണ്ടാകുന്നത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പൂർണ്ണമായി നടപ്പാക്കാത്തതും ഭൂമി കർഷകർക്ക് ലഭിക്കാതിരിക്കാൻ കാരണമായി. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുണ്ടായിരുന്ന വനഭൂമി ഏറ്റെടുക്കൽ അഥവാ വെസ്റ്റിംഗ് നടന്നു. കൃഷിക്കായി ഭൂമി വിതരണം ചെയ്യുന്ന അസൈൻമെന്റ് നടന്നതുമില്ല. വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത് നല്ലൊരു നിയമമായിരുന്നു. അത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമമാണ്. പക്ഷെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിച്ചെടുത്തതല്ലാണ്ട് പതിച്ചു കൊടുക്കണ്ടായില്ല. സർക്കാർ വകുപ്പുകൾ തമ്മിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ മൂലം നിരവധി കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. ഒരു കുടുംബത്തിന് അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല മിച്ചഭൂമി എന്നത്. ആദ്യം മിച്ചഭൂമിക്കായി ലാൻഡ് ബോർഡ് സ്ഥലം കണ്ടെത്തണം. സർവേ വകുപ്പ് ഇത് അളന്ന് തിട്ടപ്പെടുത്തണം. പിന്നീട് റവന്യൂ വകുപ്പ് ഈ ഭൂമി ഏറ്റെടുക്കണം. ഗുണഭോക്താക്കളെ കണ്ടെത്തി വിതരണം ചെയ്യുകയും പട്ടയം നൽകുകയും വേണം. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ഒരു കുടുംബത്തിന് മിച്ചഭൂമി നൽകുക. ഈ മിച്ചഭൂമിക്കാണ് ഇപ്പോൾ വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത്. മിച്ചഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും മിച്ചഭൂമി ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുകയുമില്ല. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. അരുന്ധതി റോയുടെയും AG നൂറാനിയുടെയും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ജമ്മുകശ്മീർ ആഭ്യന്തര വകുപ്പ് നിരോധിച്ചു. ദേശസുരക്ഷയെ ബാധിക്കുന്നുവെന്നാണ് ന്യായീകരണം. അരുന്ധതിയുടെ ആസാദി, നൂറാനിയുടെ ദ കശ്മീർ ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള 25 പുസ്തകങ്ങളാണ് നിരോധിച്ചത്. തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നു, തെറ്റായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, കേന്ദ്രഭരണ പ്രദേശത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നീ കാരണങ്ങളും ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. MP-മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ KPCC പുനഃസംഘടനാ ചർച്ച അവതാളത്തിലായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഏറ്റുവാങ്ങിയവരെ പരിഗണിക്കരുതെന്ന് MP-മാർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് N ശക്തനെ നിലനിർത്തണമെന്ന നിലപാടിലാണ് ശശി തരൂർ. ഉച്ചയ്ക്ക് ശേഷം AICC ആസ്ഥാനത്ത് KC വേണുഗോപാലുമായി കേരള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. DCC അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ പൊതുമാനദണ്ഡം ഏർപ്പെടുത്താൻ കഴിയാതെ കുഴയുകയാണ് KPCC നേതൃത്വം. കൊല്ലം DCC അധ്യക്ഷനെ നിലനിർത്തണമെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവശ്യം നേതൃത്വം തള്ളിയത് MBയെ അസ്വസ്ഥനാക്കി. പാലക്കാട് സുമേഷ് അച്യുതനെ പരിഗണിക്കുന്നതിൽ VK ശ്രീകണ്ഠന് എതിർപ്പുണ്ട്. തിരുവനന്തപുരത്തെ താൽക്കാലിക പ്രസിഡന്റിനെ നിലനിർത്തണമെന്നാണ് ശശി തരൂരിന്റെ ആവശ്യം. എന്റെ അഭിപ്രായത്തിൽ ശക്തൻ നാടാറിനെ പോലെ ഒരു നല്ലൊരു വ്യക്തിയെ നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലത്ത് കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ ആ ദിവസം തന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. MP-മാർക്ക് നിക്ഷിപ്ത താല്പര്യമില്ലെന്നാണ് KPCC അധ്യക്ഷന്റെ പരസ്യ നിലപാട്. ഞാൻ കണ്ടിരുന്നു ശശി തരൂരിനെ. ഞാനും ദീപാജിയും ഒന്നിച്ചു പോയി
കണ്ടിരുന്നു. ഈ പുനഃസംഘടന കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുണ്ട്. അത് ഞാനിപ്പോൾ അത് പരസ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെ നേരത്തെ അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ച. സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നയാളുടെ പേര് കാസർഗോഡ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിയതിലും എതിർപ്പ് ശക്തമായി. പുനഃസംഘടന കീറാമുട്ടിയായതോടെ യാത്ര റദ്ദാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ തങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി കുരുക്കഴിക്കാമെന്ന വിശ്വാസത്തിലാണ് സംസ്ഥാന നേതൃത്വം. മീഡിയ 1 ഡൽഹി. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിൽ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ആഭ്യന്തര സമിതിയുടെ അന്വേഷണം സമാന്തര നിയമ സംവിധാനമല്ലെന്ന് കോടതി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സഹായം തേടി വീണ്ടും സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ഇന്ന് ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച നടത്തും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർച്ചകളുണ്ടാകും. ദുരന്താനന്തരമുള്ള ആവശ്യങ്ങൾ വിലയിരുത്തി കേരളം റിപ്പോർട്ട് നൽകിയിരുന്നു. മലബാർ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതരാരോപണവുമായി വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെ മരിച്ച പാലക്കാട് പള്ളിക്കുറിപ്പ് സ്വദേശി ചന്ദ്രന്റെ കുടുംബം. മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രന് 4 ലക്ഷം രൂപ ശമ്പള കുടിശ്ശികയുണ്ടായിരുന്നുവെന്നും ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടും പണം നൽകിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. പണമില്ലാത്തതിനാൽ അച്ഛന് സമയത്ത് ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ലെന്ന് മകൻ വിഷ്ണു മീഡിയ 1 പറഞ്ഞു. ആദ്യം തന്നെ കുടിശ്ശിക കിട്ടാണ്ടായിരുന്നു. നമ്മൾ മുന്നേ കൂട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. അപ്പോഴും അതിൻ്റെ പിന്നാലെ അവർ ഞങ്ങൾ കേസായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരുന്നു. കോടതിയേക്ക് കയറിയതാണ് വക്കീലും കൊണ്ട്. അപ്പോഴും ഒരു വിവരം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ഗ്യാപ്പ് വിട്ടു. കാരണം അത് ഞങ്ങൾ നടന്നു. പിന്നെ ആ സമയത്ത് അച്ഛന് ചികിത്സയ്ക്ക് ഇത്തിരി 1.5 വർഷമായിട്ട് ഇപ്പോൾ ഇത്തിരി അധികമായി. കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തു. ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തപ്പോൾ ചിലവ് കൂടി വന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ കടം വാങ്ങിയിട്ടാണ് തുടങ്ങി. ലാസ്റ്റ് കടം വാങ്ങാൻ തുറത്തി. അപ്പോൾ ഞങ്ങൾ അവരെ അറിയിച്ചു ഇങ്ങനെ ഡയാലിസിസ് പേഷ്യൻ്റാണ്, നമുക്ക് എന്തെങ്കിലും കുറച്ചേലും ചെയ്ത് തരണം എന്ന് അവർ പിന്നെ അറിയിച്ചു. അപ്പോഴും ഒരു വിവരം കിട്ടിയില്ല ഞങ്ങൾക്ക്. തിരുവനന്തപുരത്തെ സിപിഐയിലും പാർട്ടി നൽകുന്ന സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നുവെന്ന ആക്ഷേപം. സിപിഐ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ലഘുലേഖയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. പരാതി പരിഹരിച്ചില്ലെങ്കിൽ സിപിഐ കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസം. ജില്ലാ സമ്മേളനത്തിലും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരും. ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാന സമ്മേളനത്തിലേക്ക് സിപിഐ കടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തെ പാർട്ടിയിൽ ജാതി വിവേചനമുണ്ടെന്ന വിമർശനം ഉയർന്നു വരുന്നത്. പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്നകറ്റി നായർ സമുദായം പാർട്ടിയെ കൈയടക്കിയെന്നാണ് പ്രധാന വിമർശനം. 65 ജില്ലാ കൗൺസിലിൽ 35 പേരും നായർ സമുദായത്തിൽ നിന്നാണെന്നാണ് സിപിഐ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം. ഈഴവ സമുദായത്തിൽ നിന്ന് 10-ൽ താഴെ പേർ മാത്രമാണുള്ളത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എണ്ണമെടുത്താൽ 18-ൽ 11 പേരും നായർ സമുദായത്തിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ 11 പേർ നായർ സമുദായത്തിൽപ്പെടുന്നതാണെന്ന് ലഘുലേഖയിൽ പറയുന്നുണ്ട്. പാർട്ടിയിൽ മാത്രമല്ല പാർട്ടി നൽകുന്ന സർക്കാർ പദവികളിലും ഈ വിവേചനമുണ്ടെന്നാണ് മറ്റൊരു വിമർശനം. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, PSC അംഗം, മിൽമ ഡയറക്ടർ ബോർഡ്, വനിതാ കമ്മീഷൻ അംഗങ്ങൾ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള എല്ലാവരും നായർ സമുദായത്തിൽ നിന്നാണെന്നാണ് ലഘുലേഖയിൽ കാണുന്നത്. നാളെ മറ്റന്നാളും നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചകളിൽ ഈ വിഷയമടക്കം ഉയർന്നു വരുമെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം. വില പിടിച്ചാൽ കിട്ടാതെ കുതിക്കുമ്പോൾ വെളിച്ചെണ്ണയും മോഷണം പോയി തുടങ്ങി. വാർത്ത കാണാം, ഇടവേള കഴിഞ്ഞു. തമിഴ്നാട് ഉദുമൽപേട്ടയിൽ തെളിവെടുപ്പിനിടെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. SIയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മണികണ്ഠനെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. ഉടുമൽപേട്ട ഗുഡിമംഗലം പോലീസ് സ്റ്റേഷനിലെ SI ഷൺമുഖസുന്ദരത്തെ അച്ഛനും മക്കളും ചേർന്ന് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിലെ മണികണ്ഠൻ എന്ന പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. മടത്തുകുളം MLAയും ADMK നേതാവുമായ മഹേന്ദ്രന്റെ തെങ്ങിൻ തോട്ടത്തിൽ വെച്ചാണ് SI ഷൺമുഖസുന്ദരൻ കൊല്ലപ്പെട്ടത്. തോട്ടത്തിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പ്രതിയായ മണികണ്ഠൻ സബ് ഇൻസ്പെക്ടർ ശരവണകുമാറിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. പരിക്കേറ്റ് SI ശരവണകുമാർ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം SIയെ കൊലപ്പെടുത്തിയ കേസിൽ മൂർത്തി, തങ്കപാണ്ടി എന്നിവർ അറസ്റ്റിലാണ്. മീഡിയ 1 പാലക്കാട്.
വെളിച്ചെണ്ണയ്ക്ക് വിലയേറിയതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും വർദ്ധിച്ചു. എറണാകുളം ആലുവയിലെ കടയിൽ നിന്ന് 30 കുപ്പി വെളിച്ചെണ്ണയാണ് കവർന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച രാത്രിയിലാണ് ആലുവ തോട്ടുമുഖത്തെ ഷാ വെജിറ്റബിൾസിൽ മോഷണം നടന്നത്. അകത്ത് കിടന്ന മോഷ്ടാവ് 30 കുപ്പി വെളിച്ചെണ്ണ ചാക്കിലാക്കി. ഫ്രിഡ്ജിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് മാറി കുടിച്ച് ദാഹമകറ്റി. ഒരു പെട്ടി ആപ്പിളും 10 പാക്കറ്റ് പാലും കടയിൽ സൂക്ഷിച്ച 5000-ഓളം രൂപയുമായി കടന്നു. CCTV ക്യാമറയുടെ കേബിളുകൾ നശിപ്പിച്ചു. വെളിച്ചെണ്ണ കിലോയ്ക്ക് 400-നും 600-നും ഇടയിൽ വിലയുള്ളപ്പോൾ മോഷണം പെരുകുന്നതിൻ്റെ ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. 12-10 ആകുമ്പോഴത്തേനുമാണ് ഈ സംഭവം നടന്നേക്കണേ. ഒരു 4 കുപ്പി വെളിച്ചെണ്ണ ഇവിടെ നിന്ന് കിട്ടിയത്. ബാക്കി ഒരു 10-30 കൂടുതൽ വെളിച്ചെണ്ണ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഹാഫ് കേസ് ആപ്പിൾ ഉണ്ട്, നല്ല കൂടിയ ആപ്പിളാണത്. പിന്നെ അതുപോലെ ബ്ലൂബെറി, അതെല്ലാം കൂടിയ ഐറ്റംസാണ്. ചാരിറ്റിയുടെ ബോക്സ് വെക്കാറുണ്ട്, അത് ബോക്സ് പാടി എടുത്തുകൊണ്ട് ബോക്സ് ഒന്നും ഇവിടെ ഇല്ല. മുമ്പുണ്ടായ മോഷണ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ കടയുടമ നടത്തിയ പരിശ്രമങ്ങളെ മറികടന്നാണ് ഇക്കുറി മോഷ്ടാവെത്തിയത്. ഷമീറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സഞ്ജു പറ്റമലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ച നിർണായക യോഗം ഡൽഹിയിൽ തുടങ്ങി. AIFF പ്രതിനിധികളും ക്ലബ് സിഇഒമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ISL നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും AIFFും തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണ് ലീഗിന്റെ നടത്തിപ്പിനെ പ്രതിസന്ധിയിലാക്കിയത്. പ്രതിസന്ധി രൂക്ഷമായതോടെ ക്ലബ്ബുകൾ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും ശമ്പളം മരവിപ്പിച്ചിരുന്നു. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 9400 രൂപ, പവന് 75,200. 18 കാരറ്റ് ഗ്രാമിന് 7760 രൂപ, പവന് 62,080. വെള്ളി ഗ്രാമിന് 125 രൂപ. ഫസ്റ്റ് റൗണ്ട് അപ്പ് അവസാനിക്കുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ ആതിര വരും.